എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലൊക്കെ അദ്ദേഹം ഒരു നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം അമേരിക്കൻ ഗവൺമെൻറ്റിൽ ഒരു പദവിയും വഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക് നിലവിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൽ ഒരു എംപ്ലോയിയാണ്, ഒരു തൊഴിലാളിയാണ്. എന്തായാലും നമുക്ക് എന്താണ് അമേരിക്കയിൽ ഇലോൺ മസ്ക് ഒരു അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തൊഴിലാളിയായിക്കൊണ്ട്, ജീവനക്കാരനായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇലോൺ മസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടെസ്ല കാറിൻ്റെ ഓണർ അദ്ദേഹമാണ്. അതുപോലെ തന്നെ സ്റ്റാർലിങ്കിൻ്റെ ഓണറാണ്. മുമ്പത്തെ ട്വിറ്റർ, നിലവിലത് എക്സ് എന്നറിയപ്പെടുന്നു, ഈ പ്ലാറ്റ്ഫോമിൻ്റെയും ഓണറാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു കാനഡക്കാരിയായിരുന്നു. എന്തായാലും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കാനഡയിലെത്തുകയും പിന്നീട് പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് അമേരിക്കയിൽ എത്തുകയും ചെയ്തു. അദ്ദേഹം 2002 അമേരിക്കൻ പൗരത്വം നേടുന്നത്. 2024 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡൊണാൾഡ് ട്രംപിനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണം മുടക്കിയ വ്യക്തി എലോൺ മസ്ക് ആണ്. അദ്ദേഹം 290 മില്യൺ അമേരിക്കൻ ഡോളർ പണമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സംഭാവനയായിട്ട് നൽകിയത്. ഇതോടൊപ്പം തന്നെ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലെ സാധ്യതകൾ, എക്സ് പ്ലാറ്റ്ഫോമിൽ വളരെ സജീവമായിട്ട് തന്നെ ട്രംപ് ക്യാമ്പയിനായിട്ട് എലോൺ മസ്ക് ഇറങ്ങിയിരുന്നു. ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിടെയാണ് ട്രംപും മസ്കൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പുതിയ ഏജൻസി അമേരിക്കയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. ആ ഏജൻസിയുടെ പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്നുള്ളത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ട്രംപും മസ്കും വിവേക് രാമസ്വാമിയൊക്കെ ആ സമയത്ത് പറഞ്ഞത്, ഗവൺമെൻറ് നിലവിൽ ഒരുപാട് അനാവശ്യ ചെലവുകൾ നടത്തുന്നുണ്ട്, അത് വ്യാപകമായി വെട്ടിക്കുറയ്ക്കണം. അതുപോലെ തന്നെ നിലവിലെ ഫെഡറൽ ജീവനക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്, അതും വെട്ടിച്ചുരുക്കണം. ഇതായിരുന്നു ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻസിയുടെ ലക്ഷ്യം ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണവും കുറച്ചുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് സംവിധാനത്തെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക, ഇതാണ് അവർ ഉദ്ദേശ ലക്ഷ്യമായി പറഞ്ഞത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു. അദ്ദേഹം ജനുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉടൻ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഏജൻസിക്ക് രൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ ചുമതലക്കാരനായിട്ടാണ് എലോൺ മസ്ക് വരുന്നത്. പ്രധാനപ്പെട്ട ചില ടാർഗറ്റായി പറയുന്നത് 75% ഫെഡറൽ ജോലിക്കാരെയും, അതായത് അവരെയും റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. അത്രയും ജോലിക്കാരെ വെട്ടിച്ചുരുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 400ഓളം വരുന്ന വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, അത് 100 കുറയ്ക്കും. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ഫലമായി ഒരു വർഷം കൊണ്ട് $2 ട്രില്യൺ പണം അമേരിക്കൻ ഗവൺമെൻറ്റിനെ ലാഭിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഈ ഏജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അത് അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ കോൺഗ്രസ് അല്ല രൂപീകരിച്ചിരിക്കുന്നത്, അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെത്ര ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി അറിവായിട്ടില്ല. എന്തായാലും ഐസൻഹോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിങ്ങിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിജിറ്റൽ സർവീസിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ഏജൻസിയുടെ കഴിഞ്ഞ 1.5 മാസത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അനൗൺസ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും എലോൺ മസ്ക് ആണെന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് മസ്കിന് ഇത്തരത്തിലുള്ള വളരെ വലിയൊരു അധികാരം കൈവരുന്നത്? അദ്ദേഹത്തെ സ്പെഷ്യൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന പേരിലാണ് നിയമിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിൽ 130 ദിവസമോ അതിൽ താഴെ ദിവസമോ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു സ്റ്റാറ്റസ്, നൽകി വരുന്ന സ്റ്റാറ്റസാണ് സ്പെഷ്യൽ ഗവൺമെൻറ് എംപ്ലോയി. ആ സ്റ്റാറ്റസിലേക്കാണ് നിലവിൽ എലോൺ മസ്കിനെ നിയമിച്ചിരിക്കുന്നത്. എലോൺ മസ്ക് ഇത്തരത്തിൽ വലിയ വലിയ അമേരിക്കയെ മൊത്തത്തിൽ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഉറങ്ങുന്നത് പോലും ഈ ഏജൻസി സ്ഥിതി ചെയ്യുന്ന
അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഈ ഐസൻഹോവർ ബിൽഡിങ്ങിലാണ് എന്നാണ് വാർത്തകൾ പറയുന്നത്. ഈ ഏജൻസി അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 2026 ജൂലൈ 4 പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് മസ്ക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡേറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അമേരിക്കയുടെ 250ാമത് വാർഷികമാണ്. എന്തായാലും സ്പെഷ്യൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന പദവി മാത്രമുള്ള എലോൺ മസ്ക് ഇന്ന് അമേരിക്കയിലെ വലിയൊരു അധികാര കേന്ദ്രമായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ലീഗൽ ഡിസ്പ്യൂട്ട്സും മറ്റ് തർക്കങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ ഉയർന്നും കഴിഞ്ഞിരിക്കുന്നു. മസ്ക് ഇത്തരത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് എടുക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഓവൽ ഓഫീസിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്ന നിലയിലേക്ക് വരെ ശക്തനായി മാറിയിട്ടുണ്ട്. ജീവനക്കാരെ വ്യാപകമായി പിരിച്ചുവിടലും അതുപോലെ തന്നെ പല അമേരിക്കൻ ഏജൻസികൾക്കും അതിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തുക, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം നിർത്തലാക്കുക, ഇതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട നടപടികളായിട്ട് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി കൈക്കൊണ്ടത്. എക്സ് പ്ലാറ്റ്ഫോമിൽ US എയ്ഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയെ മസ്ക് വിശേഷിപ്പിച്ചത് ക്രിമിനൽ എന്നാണ്. അതുപോലെ തന്നെ US ഫെഡറൽ ബ്യൂറോക്രസി അദ്ദേഹം വിശേഷിപ്പിച്ചത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ്. സ്വാഭാവികമായും ഈ ഏജൻസികൾക്കെതിരായിട്ടാണ് ട്രംപ് ആദ്യം തന്നെ നീങ്ങിയത്. ആദ്യമായിട്ടുള്ള ഒരു അറ്റാക്ക് വരുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടായിരുന്നു. പിന്നെ US എയ്ഡിനെതിരായിട്ടുള്ള നടപടി തീരുമാനിച്ചു. ഈ വർഷം ജനുവരി 28 ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ഭാഗത്തു നിന്നും അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാരായിട്ടുള്ള 2 മില്യൺ 20 ലക്ഷം ആളുകൾക്ക് മെയിൽ പോവുകയുണ്ടായി. അവരോട് ആവശ്യപ്പെട്ടത് ട്രംപ് ഭരണത്തിന് കീഴിൽ നിങ്ങൾക്ക് ജോലിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫെബ്രുവരി മാസം 6-ാം തീയതിക്കുള്ളിൽ രാജിവെച്ച് പോകണം എന്നാണ്. 40,000 പേരാണ് ഇതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തത്. ഇനി ഫെബ്രുവരി 13 ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു അഡ്വൈസ്, വിവിധ സർക്കാർ വകുപ്പുകൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് 2 ലക്ഷത്തോളം വരുന്ന പ്രൊബേഷനിൽ ഇരിക്കുന്ന ജോലിക്കാർ അവരെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. ആണവ ബഹിരാകാശ മേഖലകൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഏജൻസി അവിടെയുള്ള പ്രൊബേഷണറി ഓഫീസേഴ്സിനെ പോലും പിരിച്ചുവിടാൻ ഈ പ്രത്യേക ഏജൻസി നിർദ്ദേശം നൽകുകയുണ്ടായി. ഇലോൺ മസ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഈ വലിയ അധികാരം അതിനെ സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയെ സംബന്ധിച്ചിട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ലീഗൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിൻ്റ്, ഒരു പ്രൈവറ്റ് പേഴ്സണ്, അതും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, അയാൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രൈവറ്റായിട്ടുള്ള പല ഡോക്യുമെൻറ്റ്സും ജീവനക്കാരുടെ വിവരങ്ങളും മറ്റ് വിവരങ്ങളും ലഭിക്കുന്നു. ഇത് സ്വകാര്യതയെ സംബന്ധിച്ചും മറ്റുമുള്ള വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിമർശനം. രണ്ടാമതായി ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് എംപ്ലോയിയായി ഇലോൺ മസ്ക് മാത്രമല്ല, അയാളുടെ ഒരുപാട് കൂട്ടാളികൾ, അയാളുടെ വേണ്ടപ്പെട്ടവരൊക്കെ വിവിധ സർക്കാർ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഉദാഹരണത്തിന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അവരിലെ അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റീവ് ഡേവിസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ആരാണ് സ്റ്റീവ് ഡേവിസ്? എലോൺ മസ്കിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ഒരു ഉപദേശകനാണ് സ്റ്റീവ് ഡേവിസ്. അതുപോലെ തന്നെ എലോൺ മസ്കിൻ്റെ ബോറിംഗ് കമ്പനി, ആ കമ്പനിയുടെ സിഇഒയുമാണ് സ്റ്റീവ് ഡേവിസ്. അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയിലെ ആളുകൾ ചോദ്യം ചെയ്യുന്നു, പല നിലയ്ക്കും ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഏജൻസിയിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു മാർക്കോ എലിസ്. ഇയാൾ നോർമലൈസ് ഇന്ത്യ ഹേറ്റ് എന്നൊക്കെ ട്വിറ്റർ, അതായത് എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് ഇയാൾ രാജിവെക്കുകയുണ്ടായി. മറ്റൊരു പ്രശ്നമായി ഉയർത്തിക്കാണിക്കപ്പെടുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് എലോൺ മസ്ക്. അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റുമായി പല കോൺട്രാക്റ്റുകളുണ്ട്. കോൺട്രാക്റ്റിൽ മാത്രമല്ല പല തർക്കങ്ങളുണ്ട്. പല ഏജൻസികൾ മസ്കിൻ്റെ പല സംരംഭങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ, പല നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ എന്നൊരു പ്രശ്നം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ അത് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ആ നിയമനം വിടുകയും എത്തിക്സ് കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയും വേണം. എന്നാൽ ഇവിടെ അത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഉണ്ടായ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഈ എത്തിക്സ് കമ്മിറ്റിയെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എലോൺ മസ്കിൻ്റെ നിയമനത്തെ സംബന്ധിച്ച് എത്തിക്സ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനി നടന്നിട്ടില്ല. ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രശ്നം US
പ്രസ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇക്കാര്യത്തിൽ എലോൺ മസ്ക് തന്നെ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ്. ഇലോൺ മസ്കിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അത് ആക്ഷൻ എടുത്തിരിക്കുന്ന ഏജൻസികൾ നോക്കുകയാണെങ്കിൽ ആ ഏജൻസികളിൽ പലതും എലോൺ മസ്കിൻ്റെ കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള പല അന്വേഷണങ്ങളും നടത്തുന്ന ഏജൻസികളാണ് എന്നതാണ്. ഒരു പത്രപ്രവർത്തക അന്വേഷണത്തിൽ പുറത്തു വന്നൊരു കാര്യം, മസ്കിൻ്റെ കമ്പനിയുമായി കോൺഫ്ലിക്റ്റുള്ള 11 അമേരിക്കൻ ഗവൺമെൻറ് ഏജൻസികളെ ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ ബാധിച്ചു എന്നുള്ളതാണ്. ഇതിന് ഒരു ഉദാഹരണമാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന US ഏജൻസി. അതിൽ ഈ ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് കമ്പനി റിവ്യൂ ചെയ്യുന്ന ജീവനക്കാർ അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ USAID സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയിലൂടെ എലോൺ മസ്ക് തൻ്റെ കമ്പനികളെ, അതിൻ്റെ ഫ്യൂച്ചറിനെ, അതിൻ്റെ ഫോർച്യൂൺസിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന, അന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു വിമർശനം. അതുപോലെ തന്നെ ഇലോൺ മസ്ക് ക്ലെയിം ചെയ്യുന്ന ഒരു വർഷം കൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിന് $2 ട്രില്യൺ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും തങ്ങളുടെ ഈ എഫിഷ്യൻസി കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. ഈ ഒരു ക്ലെയിം അത് ഒരിക്കലും നടക്കില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 10 വർഷം കൊണ്ട് നടക്കുകയായിരിക്കാം, പക്ഷേ ഒരിക്കലും ഒരു വർഷം കൊണ്ട് നടക്കില്ല എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും എലോൺ മസ്കിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ഫെഡറൽ ഗവൺമെൻറ് ജോലിക്കാർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലീഗൽ ഇഷ്യൂസ് പലരും റൈസ് ചെയ്തിട്ടുണ്ട്. പല കോൺഗ്രസ്മെൻ അവരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഇനിയും മൂർച്ഛിക്കുകയാണ് ഉണ്ടാവുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിലവിൽ അമേരിക്കൻ ഭരണഘടന പ്രകാരം ഒരു നാച്ചുറൽ ബോൺ സിറ്റിസൺ മാത്രമാണ് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാൻ സാധിക്കുക, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ആകാൻ സാധിക്കുക. ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഈ പദവികൾ ഒഴികെ ബാക്കി ഏതു സ്ഥാനത്തേക്കും മിസ്റ്റർ എലോൺ മസ്കിന് സാധ്യതകളുണ്ട്. അദ്ദേഹം അത് ചിലപ്പോൾ നേടിയെടുക്കുകയും ചെയ്യുമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.